ഹലോ. ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ഇവിടെ പിണ്ടി ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തില്ല, ഇത് ഇപ്രാവശ്യം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ഫുൾ ചൈനീസ് പേപ്പർ എടുത്ത് അതിൻ്റെ രണ്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം അതിലൊരു പീസ് ഇതുപോലെ വീണ്ടും രണ്ടാക്കി മടക്കുക. അതിനെ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ രണ്ടാക്കി മടക്കണം. ഇപ്പം നമ്മൾ വീഡിയോയിൽ ഒരു പൂ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പൂ ഉണ്ടാക്കി അത് കട്ട് ചെയ്ത് അതിൻ്റെ അളവിൽ ബാക്കിയെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതുപോലെ ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും മടക്കി പിന്നെ അതിനെ നിവർത്തിയിട്ടിട്ട് രണ്ടാക്കി മുറിക്കുക ചെയ്യണേ. എന്നിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും മടക്കി. പിന്നെ നമ്മളത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതേപോലെ തന്നെ മടക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കത്രിക എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് അത് കട്ട് ചെയ്തേക്കുന്നതെന്ന്. അതേപോലെ തന്നെ ആ ഒരു മറ്റേ പെറ്റലിൻ്റെ ഷേപ്പിൽ നിങ്ങൾ മുറിക്കുക. അത് ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മളത് വെട്ടി നിവർത്തി കഴിഞ്ഞ് കറക്റ്റ് നമ്മൾ ആ ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന പൂവിൽ അതേപോലെ നല്ല ഭംഗിയിൽ വരും. അപ്പോൾ ഇനി നമ്മൾ ഒരളവ് നമുക്ക് ഏകദേശം കിട്ടിയല്ലോ. അപ്പോൾ നമ്മളിനി ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ബാക്കിയുള്ളതും വെട്ടുക. അപ്പോൾ നല്ല വലിയ പൂവായിരിക്കും. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന പോലെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരുവിധം അത്യാവശ്യം നല്ല വലിയ പൂവായിരിക്കും കിട്ടുക. അത് കാണാനും അത് പിണ്ടിയിൽ ഇങ്ങനെ കുത്തുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഇറുക്കിലിയുമ്പോൾ ഓൾറെഡി പേപ്പർ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൂവിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇത് ഇറുക്കിലി നടുക്ക് കൂടെ കയറ്റി നമ്മൾ ഇവിടെ കെട്ട് കമ്പി അല്ലെങ്കിൽ മറ്റേ പൂവൊക്കെ കെട്ടുന്ന കമ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നല്ലോണം ടൈ ചെയ്ത് കൊടുക്കുകയാണ്. പൂ ഇങ്ങനെ വീണ് പോവാതെ അല്ലെങ്കിൽ അഴിഞ്ഞു പോവാതെ നല്ലോണം ടൈ ചെയ്ത് നല്ല ടൈറ്റായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഏത് കോംബോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ പേപ്പറിൽ നമുക്കിങ്ങനെ കുറച്ച് സ്ക്വയർ ഇങ്ങനെ വെട്ടി വെക്കാം. എന്നിട്ട് അതൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ആ ഈർക്കിലിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ ഗ്യാപ്പിട്ട് വെച്ചിട്ട് പശ തേച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഭംഗിയിൽ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കാം. ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ ചെയ്യാം. ഏത് കോമ്പിനേഷൻ എടുത്താലും നല്ല അടിപൊളിയാണ് കാണാനും. പിണ്ടിലിരിക്കുന്നത് കാണാനും നല്ല അടിപൊളിയാണ്. ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒരുമിച്ച് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുക. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.